നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. നാരദപുരാണം പൂർവഭാഗം 1-ാം പാദം 10-ാമത്തെ അധ്യായം. ബലികൃതദേവ പരാജയ വർണ്ണനം. നാരദൻ പറഞ്ഞു, വിഷ്ണുവിൻ്റെ പാദാഗ്രത്തിൽ നിന്നാണ് ഗംഗ ഉത്ഭവിച്ചത് എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് പറഞ്ഞാലും. സനകൻ പറഞ്ഞു, ഗംഗയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് ഞാൻ പറയാം. അത് പറയുന്നതും കേൾക്കുന്നതും പുണ്യമാണ്. ഇന്ദ്രാദി ദേവന്മാർക്കും പിതാവായി കശ്യപൻ എന്നൊരു മഹർഷി ഉണ്ടായിരുന്നു. ദക്ഷൻ്റെ പുത്രിമാരായ ദിതിയും അദിതിയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്നിമാർ. അദിതി ദേവന്മാരുടെ അമ്മയും ദിതി അസുരന്മാരുടെ അമ്മയും ആയിരുന്നു. അവരുടെ മക്കൾ ദേവാസുരന്മാർ എന്നും പരസ്പരം പൊരുതിക്കൊണ്ടിരുന്നു. അസുരന്മാരാണ് ദേവന്മാർക്ക് മുമ്പുണ്ടായതായി അറിയപ്പെടുന്നത്. ആദ്യത്തെ ദൈത്യനാണ് ഹിരണ്യകശിപു. ഹിരണ്യകശിപുവിൻ്റെ മകനാണ് മഹാനായ പ്രഹ്ലാദൻ. ബ്രാഹ്മണഭക്തനായ വിരോചനനാണ് പ്രഹ്ലാദൻ്റെ മകൻ. പ്രതാപവാനായ ബലി വിരോചനൻ്റെ മകനാണ്. ദൈത്യന്മാരുടെ സേനയെ നയിച്ചിരുന്നത് ബലിയാണ്. അതിബലവാനായ ബലി ഭൂമി മുഴുവൻ കീഴടക്കി സ്വർഗത്തെയും ജയിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന് 10,000 കോടി ലക്ഷം ആനകൾ ഉണ്ടായിരുന്നു. 10,000 കോടി ലക്ഷം കുതിരകളും ഉണ്ടായിരുന്നു. ഓരോ ആനയ്ക്കും 500 കാലാൾ വീതവും ഉണ്ടായിരുന്നു. കോടിക്കണക്കിന് മന്ത്രിമാരെ നയിച്ചിരുന്നത് കുംഭാണ്ഡൻ, ഉപകർണൻ എന്നീ മന്ത്രിമാരാണ്. ബലിയുടെ 6 മക്കളിൽ ജ്യേഷ്ഠനായ ബാണൻ പിതാവിനെ പോലെ തന്നെ ശൂരനും പരാക്രമിയും ആയിരുന്നു. ദേവന്മാരെ ആക്രമിക്കാൻ തീരുമാനിച്ച ബലി വലിയൊരു സേനയുമായി പുറപ്പെട്ടു. ആകാശത്തിലെ മേഘക്കൂട്ടത്തിൽ മിന്നൽ പിള്ളരുകൾ ഉണ്ടാക്കുന്ന പ്രതീതിയാണ് കൊടിക്കൂറകളും വെൺകൊറ്റക്കുടകളും സൃഷ്ടിച്ചത്. ഇന്ദ്രപുരിയിലെത്തി സ്വർഗത്തെ ഉപരോധിച്ചു. ഇന്ദ്രാദികളായ ദേവന്മാർ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. ദേവാസുരന്മാർ തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു. ലോകാവസാനത്തിലെ മേഘഗർജനം പോലെ ദേവന്മാരുടെ നേരെ ആയുധങ്ങൾ വന്നുകൊണ്ടിരുന്നു. ദേവന്മാർ തിരിച്ചും അസ്ത്രങ്ങൾ അയച്ചു. വീട്, അടിക്ക്, കൊടുക്ക്, മുറുക്ക്, കൊല്ല് തുടങ്ങിയ ശബ്ദങ്ങൾ സേനയിൽ നിന്നും ഉയർന്നു. ശരങ്ങളിൽ നിന്നും പെരുമ്പറകളിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദം, അസുരന്മാരുടെ സിംഹനാദം, വില്ലുകളുടെ ശബ്ദം, തേരുകളുടെ ശബ്ദം, അസ്ത്രങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദം, ആനകളുടെയും കുതിരകളുടെയും അമറൽ എന്നിവയെല്ലാം ചേർന്ന് ലോകം ശബ്ദമുഖരിതമാക്കി. ദേവാസുരന്മാരുടെ അസ്ത്രങ്ങൾ കൂട്ടിമുട്ടി ഉണ്ടാകുന്ന തീ കണ്ടിട്ട് പ്രളയം വരികയാണോ എന്ന് ജനങ്ങൾ സംശയിച്ചു. ആയുധങ്ങൾ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന അസുരസേന മേഘം മൂടി വിദ്യുത് പ്രവാഹത്തോടു കൂടിയ രാത്രിയുടെ പ്രതീതി ഉളവാക്കി. ഘോരമായ യുദ്ധത്തിൽ അസുരന്മാർ എടുത്തെറിഞ്ഞ പർവ്വതങ്ങൾ ദേവന്മാരുടെ ബാണം കൊണ്ട് പൊടിഞ്ഞു വീണു. ആന, കുതിര, തേര് എന്നിവ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നു. ചിലർ ഗതായുധത്തിലാണ് ഏർപ്പെട്ടിരുന്നത്. പരിചയുടെ അടിയേറ്റ് ചിലർ രക്തത്തിൽ കുളിച്ചു. ചിലരുടെ ജീവൻ ആകാശത്തോളം ഉയർന്നു. ദേവന്മാർ കൊന്നിട്ട അസുരന്മാരിൽ ചിലർ ദൈത്യന്മാരെ ആക്രമിക്കാൻ തുടങ്ങി. ദേവഗണങ്ങളുടെ ആക്രമണമേറ്റ ദൈത്യന്മാർ അതിദാരുണമായി തിരിച്ചടിച്ചു. പാറ, ബിന്ദിപാലം, വാൾ, മഴു, തോമരം, പരിച, ചുരിക, കുന്തം, ചക്രം, ശംഖു, ഉലക്ക, തോട്ടി, പട്ടിശം, കലപ്പ, ശക്തി, ശതഗ്നി, പാശം, മുഷ്ടി, ശൂലം, നാളീകം, നാരാജം എന്നീ എറിയുന്ന ആയുധങ്ങൾ എന്നിവയെല്ലാം ഉപയോഗിച്ച് യുദ്ധം മുറുകിക്കൊണ്ടിരുന്നു. 1000 വർഷങ്ങളാണ് അതിദാരുണമായ യുദ്ധം നടന്നത്. ദൈത്യന്മാരുടെ വർദ്ധിച്ചു വരുന്ന ബലം കണ്ട് പേടിച്ച ദേവന്മാർ ദേവലോകം ഉപേക്ഷിച്ച് ഓടിപ്പോയി. അവർ മനുഷ്യരൂപം സ്വീകരിച്ച് ഭൂമിയിൽ സഞ്ചരിച്ചു. നാരായണ ഭക്തനായ വിരോചനപുത്രൻ 3 ലോകങ്ങളിലും ആധിപത്യം നേടി. സമ്പത്ത് കുന്നുകൂടി. നാരായണനെ പ്രീതിപ്പെടുത്താൻ അശ്വമേധം നടത്തി. ഇന്ദ്രത്വവും ദിഗ്ബാലകത്വവും നേടി. ദേവപ്രീതിക്കായി ബ്രാഹ്മണർ നടത്തുന്ന യാഗത്തിൽ യാഗഭാക്കുമായി. ദേവമാതാവായ അതിഥിക്ക് ഇതെല്ലാം കണ്ട് വിഷമമുണ്ടായി. അവർ ഹിമാലയത്തിൽ പോയി ദേവന്മാർക്ക് നന്മ വരാനും അസുരന്മാർ നശിക്കാനും ഉദ്ദേശിച്ച് ഘോരമായ തപസ് ചെയ്തു. വിഷ്ണുപ്രീതിക്ക് വേണ്ടി തപസ് ചെയ്തവർ ഒരു കാലിൽ നിന്ന് തപസ് ചെയ്ത് പാദാഗ്രത്തിലായി തപസ്. കുറച്ചു കാലം കായ്കൾ ഭക്ഷിച്ചു. പിന്നീട് ഉണങ്ങി വീഴുന്ന ഇലകൾ ഭക്ഷിച്ചു. വെള്ളം മാത്രം കുടിച്ചു. വായു മാത്രം ഉപയോഗിച്ചു. പിന്നീട് ഒരു ആഹാരവും കഴിക്കാതായി. ഇങ്ങനെ 1000 ദിവ്യവർഷങ്ങൾ കഴിഞ്ഞു. തപസ്സിനെ കുറിച്ച് കേട്ട ബലി ദേവതാരൂപത്തിൽ ആളെ അയച്ച് അതിഥിയോട് പറയിച്ചു, അമ്മേ, എന്താണിങ്ങനെ ശരീരത്തെ ഇല്ലാതാക്കി തപസ് ചെയ്യുന്നത്? ഇത് ദൈത്യന്മാരറിഞ്ഞാൽ കുഴപ്പമാകും. വിഷമം നിറഞ്ഞ് ശരീരത്തെ ഇല്ലാതാക്കുന്ന ഈ തപസ് ഉപേക്ഷിക്കൂ. വളരെ പണിപ്പെട്ട് നന്മ ചെയ്യുന്നത് പണ്ഡിതന്മാർ അനുവദിക്കാറില്ല. ധർമ്മം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്വന്തം ശരീരം നിലനിർത്തണം. സ്വന്തം ശരീരം ഇല്ലാതാക്കുന്നത് ആത്മഹത്യയ്ക്ക് സമമാണ്.
അമ്മ ഞങ്ങളെ വിഷമിപ്പിക്കാതെ സുഖമായിരിക്കുമോ? അമ്മയില്ലാത്ത മക്കൾ മരിച്ചതിന് തുല്യമാണ്. പശുക്കളായാലും മൃഗങ്ങളായാലും ഇതുതന്നെയാണ് അവസ്ഥ. ദരിദ്രനായാലും രോഗിയായാലും ദൂരദേശത്ത് വസിക്കുന്നവനായാലും അമ്മയെ കാണുന്ന മാത്രമേ സുഖം അനുഭവിക്കുന്നു. ഭക്ഷണം, ജലം, ധനം, പത്നി എന്നിവരോടെല്ലാം ചിലപ്പോൾ വൈമുഖ്യം തോന്നാം. ഒരിക്കലും അമ്മയോട് തോന്നാറില്ല. ധർമ്മപരായണയായ അമ്മയും പതിവ്രതയായ പത്നിയും വീട്ടിലില്ലെങ്കിൽ കാട്ടിൽ പോകുന്നതാണ് നല്ലത്. നാരായണ ഭക്തിയില്ലാത്ത ധർമ്മം, നല്ലതിന് ഉപയോഗിക്കാൻ കഴിയാത്ത ധനം, ഭാര്യാപുത്രന്മാരില്ലാത്ത വീട് എന്നിവയെല്ലാം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അമ്മയില്ലാത്ത മനുഷ്യനും. ദേവി, വിഷമിച്ചിരിക്കുന്ന നിങ്ങളുടെ മക്കളെ ആശ്വസിപ്പിക്കൂ. ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും അതിഥി തൻ്റെ സമാധിയിൽ നിന്നും അല്പം പോലും വ്യതിചലിച്ചില്ല. ഹരിഭക്തിയിൽ മുഴുകിയിരിക്കുന്ന അതിഥിയെ കണ്ട് കോപം പൂണ്ടവർ അതിഥിയെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു. പ്രളയമേഘത്തിൻ്റെ ശബ്ദം പുറപ്പെടുവിച്ച് ക്രോധത്താൽ കണ്ണുചുവന്ന് ദംഷ്ടാഗ്രത്തിൽ നിന്ന് അഗ്നി പുറപ്പെടുവിച്ച് കാനനം അഗ്നിക്കിരയാക്കി. 6 യോജന വിസ്തൃതിയിൽ എല്ലാ ജീവജാലങ്ങളോടും കൂടി ആ പ്രദേശം മുഴുവൻ കത്തിപ്പോയി. ആക്രമിക്കാമെന്ന ദൈതേയന്മാരും ചാമ്പലരായി. 100 വർഷത്തിനുമേൽ അച്യുതനിൽ തന്നെ മനസ്സുറപ്പിച്ചിരുന്ന ആ അമ്മ മാത്രം അവശേഷിച്ചു. സ്വന്തം ജനങ്ങളോട് അനുകമ്പയുള്ള സുദർശനം അവരെ രക്ഷിച്ചു. ബാക്കി ഭാഗങ്ങൾ അടുത്ത അധ്യായത്തിൽ. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.